ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അവിനാഷ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ട് ഷെഹീനുണ്ട്, അവന് വേണ്ടിയിട്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് യൂസ്ഡ് ഫോണാണ്, പുതിയ ഫോണല്ല. എന്തുകൊണ്ട് യൂസ്ഡ് ഫോൺ എടുക്കാൻ പോയി എന്ന് ചോദിച്ചാൽ, ഇവൻ്റെ ബഡ്ജറ്റ് വെറും 20,000 രൂപയായിരുന്നു. അപ്പോൾ 20,000 രൂപയ്ക്ക് ഒരു മിഡ് റേഞ്ച് ഫോണേ കിട്ടത്തുള്ളൂ. സോ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊന്നും വലിയ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. ആദ്യം നമ്മൾ നോക്കിയത് ഈ പ്രീമിയം യൂസ്ഡ് ഫോൺസ് ഒക്കെ സെൽ ചെയ്യുന്ന സ്റ്റോർസ് ഉണ്ടായിരുന്നു, അവിടെയാണ് നോക്കിയത്. അപ്പോൾ അവിടുത്തെ ഒന്നും നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല എല്ലാം 30,000-40,000 രൂപ റേഞ്ച്. അങ്ങനെ പിന്നെ OLXൽ നമ്മൾ നോക്കി ഒരു ചേട്ടനെ കിട്ടി. അങ്ങനെ ആ ചേട്ടൻ്റെ നിന്നാണ് നമ്മളിന്ന് ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ചേട്ടൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്താണ്. അങ്ങനെ പോയി ഫോണൊക്കെ മേടിച്ചിട്ട് വരാം. അപ്പോൾ ഫോൺ ഏതാണെന്ന് ഫോണിൻ്റെ വിലയൊക്കെ ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കഴിച്ച് ഞാനങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അവിടെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഴയും തുടങ്ങി. ഈ മഴയത്ത് എങ്ങനെയാണ് ഇറക്കുക പോണം? കോട്ട കൊണ്ട് വന്നൊക്കെയാണ് അവന് ജിമ്മിൽ വിളിച്ചാൽ വരാൻ വയ്യ. തൊട്ടടുത്ത് നടക്കുന്ന വെമ്പായം വരെ പോയി ജിമ്മിൽ വിളിച്ചാൽ വരാൻ വയ്യ. ഇതിവിടെ കഴക്കൂട്ട വരല്ലേ ഉള്ളു, അടുത്തല്ലേ അല്ലേ, പോയിട്ട് വരല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ചെറിയ മഴയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോകാൻ തന്നെ വിചാരിച്ചല്ലേ, പോവല്ലേ? എന്തായാലും റെയിൻ കോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും കോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കോട്ടൊക്കെ ഇട്ടിട്ട് നേരെ പോവാം. ബാക്കി വീഡിയോസ് ഫോണിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആക്കുളം കായലിലാണ്. ഞാൻ നിങ്ങൾക്ക് ആക്കുളം കായൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതല്ല ആക്കുളത്തിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മളതിൻ്റെ ബാക്ക് വഴിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇരിക്കാം, അത്ര തന്നെ. നമ്മളിങ്ങനെ ഒഴിഞ്ഞ ഒരു ഭാഗത്തിരിക്കുകയാണ്. കാരണം അപ്പുറത്തോട്ടൊക്കെ ഇഷ്ടംപോലെ കപ്പിൾസ് ഇവിടെ വന്നിരിക്കുന്നു. സോ അവർക്കൊന്നും നമ്മൾ ശല്യമാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിച്ച ഫോൺ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ വാങ്ങിച്ചതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ മഴയൊക്കെ ആയത് കാരണം നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കാര്യവട്ടത്ത് പോയി നന്ദു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ ആ ഫോൺ വാങ്ങിച്ച് നമ്മൾ നേരെ ആക്കുളത്ത് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഏത് ഫോണാണ് നമ്മൾ വാങ്ങിച്ചതെന്ന്. നമുക്ക് ഫുൾ ബോക്സോടെ കിട്ടി. ഞാൻ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. തുറക്ക അങ്ങോട്ട്. ഇതായിരിക്കും ചെറുക്കൻ. ഗൈസ്, ഇതാണ് ഫോൺ, വിവോ X80. കൊള്ളാം, അടിപൊളി സാധനം. ബാക്കൊക്കെ ലെതർ ഫിനിഷാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു മോഡൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, X200. അത് ഏകദേശം 1,00,000 രൂപ അടുപ്പിച്ചാണ് പറഞ്ഞത് X200 പ്രോയ്ക്ക്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയത് വെറും 18,000 രൂപയ്ക്കാണ്. ഇതിൻ്റെ ക്യാമറയൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് കാണിച്ചു തരാം. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. മെയിനായിട്ട് നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോസും വീഡിയോസ് എടുക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ച ഫോൺ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വീഡിയോയും ക്യാമറയൊക്കെ എടുത്ത് നോക്കാം. പിന്നെ 5 ഫോട്ടോ എടുക്കട്ടെ അവിടെ. എന്നമ്മ കൊള്ളയുടെ ഒരു രക്ഷയില്ല, അടിപൊളി ഫോണാണ്. കാണാമോ? ഇതൊക്കെ ഇതിലെടുത്തതാണ്. ഇവിടെ ആക്കുളം വന്നിട്ട് DSLR പോലെ തന്നെ ഇരിപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സൊക്കെ ഇതിൽ നിന്നായിരിക്കും അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് മിസ്സാവാണ്ടിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ പക്ഷേ സെക്കൻഡ് ഹാൻഡാണ് എടുത്തതെങ്കിലും നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. നിങ്ങൾ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ അവർ കമ്മീഷനൊക്കെ എടുത്തിട്ടായിരിക്കും അവർ അതിൻ്റെ വില ഇടുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതാണെങ്കിൽ നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഫുൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഗൈസ്, അപ്പോൾ സമയം 12:30 ആയതേ ഉള്ളൂ. പക്ഷെ നമ്മളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് സത്യത്തിൽ അതൊരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ ഇവന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ ബിരിയാണിയിലേക്ക് നല്ല മണം. അങ്ങനെ അബദ്ധത്തിൽ ബിരിയാണി കഴിച്ച് അല്ലേ. സത്യത്തിൽ നമ്മളാണെങ്കിൽ എന്തെങ്കിലും എന്നും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വെജ് ഐറ്റം എന്തെങ്കിലും കഴിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ ബിരിയാണിയുടെ നല്ല മണം. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ബിരിയാണി കഴിച്ചായിരുന്നു. ഇനി എന്തിനാടാ ഇനി അങ്ങോട്ട് പോവാന്ന്? നമുക്ക് ലുലുവില് പോവാടേ, അവിടെ 50% ഓഫറൊക്കെ നടക്കണം പറഞ്ഞ ആടൊക്കെ ഉണ്ടായിരുന്നു. നോക്കാം, ഓഫറൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും വാങ്ങിക്കണം. നോക്കാം നമുക്ക് എന്തെങ്കിലും. എപ്പോഴത്തെ പോലെ ചുമ്മാ പോയി കറങ്ങിയിട്ടൊക്കെ വരാം ഇനി ലുലുവില്. കാരണം ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് നമുക്കടുത്ത് ലുലുവിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തള്ളാൻ സ്ഥിതിക്ക് ഇനി അടുത്ത് ലുലു മാളിലോട്ട് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും നോക്കാല്ലേ. ഇനി അവിടെ പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഫോണൊക്കെ നോക്കി കഴിഞ്ഞ് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഫോണൊക്കെ? സൂപ്പർ ഫോൺ. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ലുലു മാളിലെത്തി.
ഇവിടെ 50% ഓഫർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കയറി നോക്കടവാ. അതാണ്ടോ ഇതൊക്കെ 50% ഓഫാണ്. എന്താണോ ഇത്? നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് സംഭവം ഉള്ളത് തന്നെയാണ്. 450 രൂപയുടെ 300 രൂപ. അപ്പൊ 50% ആയില്ലല്ലോ. സംഭവം വൈനാണ്. എന്തായാലും ഓഫർ ഉണ്ട്. എത്ര തിരക്ക്. ക്രിസ്മസ് ഒക്കെ ആയോണ്ടായിരിക്കും. ഇതിന്റെ അതോടെ കയറി നോക്കാം. ക്രിസ്മസിന്റെ സെക്ഷനിലോട്ട്. ആ ചേട്ടാ അതോടെ 5000 രൂപ കിട്ടി. അതിനൊക്കെ 50% കിട്ടുമെന്തോ. ഇല്ലല്ല ഒന്നും കിട്ടില്ലെന്നോ. ഇതൊക്കെ 50% തന്നെ കിട്ടിയും കൊള്ളായിരുന്നു. അത് കൊള്ളാടാ, നീ എടുത്തോ. നിന്നെ പോലെ തന്നെ ഉണ്ട് കാണാൻ. ആ കൊള്ളാടാ. ഇപ്രാവശ്യത്തേക്ക് പള്ളിയിലുള്ള അപ്പൂപ്പ റെഡിയായി. മുഖംമുടിയൊക്കെ എന്തായാലും അയച്ചു വെച്ചത് ചൊറിയണ്ടായി കഴിവില്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഇപ്പൊ കഴുകി വെച്ച് തരും. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ വെച്ചിരുന്നപ്പം. ഈ മുഖത്തിനൊക്കെ വൃത്തി ഉണ്ടായിരുന്നു. നമുക്കിനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെക്ഷൻ നോക്കാം. ഇവിടെ 50% നോക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് തണ്ണിമുത്തനെ കെട്ടിയല്ല. ഗൈസ് നമ്മളങ്ങനെ ഒരു ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നീ തിന്നോട്ടെ. ഇത് കണ്ടപ്പോ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് എടുത്തത്. അത്രേ ഉള്ളു. 50% ഉള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ 50% കിട്ടുന്നത്. ചിക്കൻ മോമോസ്, നഗറ്റ്സ്, പിന്നെ റോള്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഇതിൽ നിന്നല്ല വാങ്ങണം. അപ്പൊ പിന്നെ നമുക്കിത് കൊണ്ട് ബില്ലടിക്കാം. എന്നിട്ട് അടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോവാം. ഇത് ബില്ലടിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതൽ ക്യൂ വയ്ക്കണമല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ബ്ലൂബെറി എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഇരിക്കും നോക്കാം. എന്തിനെന്ന് പറയേ, അതായത് ഈ നമ്മളെ ഒരു പ്ലം ഫ്രൂട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പുണ്ട്. അത്ര മധുരമൊന്നുള്ള സാധനമല്ല. എന്നാലും ഭയങ്കര ഗുണമുണ്ടെന്നാണ് പറയണത്. ചെറിയൊരു പുളിപ്പുണ്ട്. ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാൻ കൊള്ളാം. നിങ്ങളെ ഫേവറേറ്റ് ഒന്നും ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും ബ്ലൂബെറിയുടെ ഗുണങ്ങൾ എന്താണെന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചില്ല. അതുകൊണ്ട് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ബ്ലൂബെറി കഴിച്ചതിൻ്റെ പുളിപ്പൊക്കെ വായിന്ന് പോകാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് ബൈന്ന് ഞാനൊരു കോഫിയും അവനൊരു ജ്യൂസും മേടിച്ചു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് കോഫിയാണ്. ഞാൻ ഫിനിഷ് ചെയ്തു. ഇവ ഓർഡർ ചെയ്തത് ആപ്പിൾ ജ്യൂസാണ്. അതും ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി പോകുമ്പോൾ ഒന്ന് തകരപ്പറമ്പിലേക്കാണ്. വേറൊന്നുമല്ല, ഇവന്റെ ഫോണിന് കേസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലുലുമാളിൽ നോക്കിയിട്ട് ഇവിടെ കേസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. സോ നമ്മൾ തകരപ്പറമ്പിൽ പോയിട്ട് അവിടെ നിന്നാണ് മേടിക്കുന്നത്. ഇവിടെ 50% ഓഫർ എന്ന് പറഞ്ഞിട്ട് വന്നെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള വലിയ ഓഫറൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാൻ പോലെ ഒന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ സാധനങ്ങൾക്ക് 50% ഓഫർ ഉണ്ട് താൻ. സോ നിങ്ങൾക്ക് ജസ്റ്റ് വന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഒക്കെ ഇട്ടു. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. അത് വേറെ അല്ലേ പറഞ്ഞത്. മുൻകൂട്ടി അഡ്വാൻസ്. കൊള്ളാല്ലേ, നൈസ് അല്ലേ ലൈറ്റ് ഒക്കെ. ചേട്ടാ ഇതൊക്കെ കൂടെ ക്രിസ്മസ് ട്രീ. എന്റെ ഒന്ന് നിന്നല്ലേ എന്ത് വലുത്. ഇതൊക്കെ എപ്പോ വെച്ചടായി? ഇന്നലെ ഉണ്ടല്ലോ. ഇത് ലൈറ്റ് ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഇവിടെ എന്തായാലും കേസ് ഒന്നും കിട്ടിയില്ല. സോ നമ്മളിനി തകരപ്പറമ്പിലോട്ട് പോകാൻ പോവുകയാണ്. ഗൈസ് ഇതാണ് നമ്മൾ എപ്പോൾ തകരപ്പറമ്പ് വന്നാലും കയറുന്ന ഷോപ്പ്. ഇത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ളൊരു കടയാണ്. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടുത്തെ ചേട്ടൻ നമുക്ക് അത്യാവശ്യം വിലയൊക്കെ കുറച്ച് തരാറുണ്ട്. യൂസ്ഡ് ഫോൺ വാങ്ങിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തിട്ടിരുന്ന കേസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കേസൊക്കെ മാറ്റി. സോപ്പിൽ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആമസോണിൽ ഓർഡർ ചെയ്തൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വന്നു. മിവിയുടെ 5 വാട്ട് ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. കൊള്ളാമല്ലേ സംഭവം? 699 രൂപ അല്ലേ? കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം. നീ ഫോൺ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലെ ആ സ്പീക്കർ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് പറയാം. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.